ഇന്നൊരു ഫ്രൈഡേ ഈവനിങ് ആണ്. ഫ്രൈഡേ ഈവനിങ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഹാപ്പിയാണ്. മൺഡേ ടു ഫ്രൈഡേ വരെയുള്ള വർക്കും ഒരു ബിസി ഷെഡ്യൂളിനും ശേഷം നമുക്ക് റിലാക്സ് ചെയ്യാനായിട്ട് 2 ദിവസം സാറ്റർഡേ സൺഡേ അത് തുടങ്ങുന്ന ഒരു ടൈമാണ്. ഹെയ്സുവിനെ പിക്ക് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. മഴയുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ബൈക്കിനാണ് വന്നത്. കിൻഡർ ഗാർട്ടൻ്റെ എൻട്രൻസിൽ അവർ കുട്ടികളെ കൊണ്ടുവരും. അപ്പോൾ ഹെയ്സു അവിടെ വന്നിട്ടുണ്ട്, അവിടെ വന്നിരിക്കുകയാണ്. ഞങ്ങളവിടെ ഉണ്ട്, ഞങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിലും ഹെയ്സു അങ്ങോട്ടേക്ക് വരില്ല. മിസ് അവിടുന്ന് ഹെയ്സുവിൻ്റെ പേര് വിളിക്കണം, എങ്കിൽ മാത്രമാണ് ഹെയ്സു അവിടുന്ന് എണീറ്റ് വരത്തുള്ളൂ. അപ്പം ഞങ്ങളവിടെ ഹെയ്സുവിൻ്റെ പേരവിടെ പറഞ്ഞു. അപ്പം മിസ് അവിടുന്ന് പേര് വിളിച്ചു. അപ്പോൾ ഹെയ്സു അവിടുന്ന് എണീറ്റ് വരികയാണ്. ഫ്രൈഡേ എന്ന് പറയുന്നത് ഹെയ്സുവിന് സന്തോഷമാണ്. പിന്നെ 2 ദിവസം സ്കൂളിൽ പോകണ്ട. ലഞ്ച് ബാഗൊക്കെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഹെയ്സുവിൻ്റെ വാട്ടർ ബോട്ടിലിൽ മിച്ചം ഉണ്ടായിരുന്ന കുറച്ച് വെള്ളം അത് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചെടികളിലൊക്കെ ഹെയ്സു ഒഴിക്കുകയാണ്. പിന്നീട് ഞങ്ങൾ വാഷിംഗ് മെഷീനിൽ കുറച്ച് ഡ്രസ്സ് അലക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വന്നപ്പോൾ തന്നെ വിരിച്ചിടാമെന്ന് ഓർത്തു. അങ്ങനെ അത് വിരിച്ചിട്ടു. ഞങ്ങൾ ഹൗസ് ഹോൾഡ് വർക്ക്സൊക്കെ എല്ലാം ഷെയർ ചെയ്തിട്ടാണ് ചെയ്യുക. നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണിത്. ഒരു പോത്തൊക്കെ ഉണ്ട് അവിടെ. നമ്മളങ്ങനെ ഇന്ന് വൈകുന്നേരം പെരുമ്പാവൂരേക്ക് പോവുകയാണ്. അപ്പോൾ വീട്ടിലത്തെ കുറച്ച് വർക്കും കാര്യങ്ങളും എല്ലാം തീർത്തിട്ട് വേണം പോകാൻ. ക്ലീനിങ്ങൊക്കെ എല്ലാം ചെയ്ത് ഡ്രസ്സൊക്കെ എല്ലാം ഉണങ്ങാനിട്ടിട്ടുണ്ടെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടും. തിരിച്ചു വരുമ്പം സൺഡേ നൈറ്റാണ് ഞങ്ങൾ തിരിച്ചു വരിക. ഹെയ്സുവിന് സ്കൂളിൽ കൊടുത്തുവിട്ട സ്നാക്സ് മൊത്തം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഹെയ്സുവിന് കുറച്ച് സ്നാക്സ് കഴിക്കാൻ കൊടുത്തിട്ടാണ് ഞങ്ങൾ തുണി വിരിക്കാനായിട്ട് വന്നത്. പിന്നെ ചായ വെച്ചു. ഹെയ്സു സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടിരുന്നാണ് സ്നാക്സ് കഴിക്കുക. ഒത്തിരി ഒന്നും പറയാനറിയില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ പറയുള്ളൂ. ഞങ്ങൾ പിന്നെ കുറേ കാര്യങ്ങൾ ചോദിക്കും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയും. ഷുഗർ തീർന്നത് റീഫില്ല് ചെയ്തു. അങ്ങനെ ചായ റെഡിയായി. ഹെയ്സുവിന് ലെറ്റേഴ്സൊക്കെ ഒന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ട്രിക്ക് പ്രയോഗിക്കുന്നത്. ഹെയ്സലിൻ്റെ ഹെയ്സുവിനെ കറക്റ്റായിട്ട് അറിയാം. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് പറഞ്ഞു കൊടുക്കും. എല്ലാം ഒന്നും പഠിക്കാറായിട്ടില്ല. ഫ്രൈഡേയ്സിൽ ഹെയ്സുവിന് ഹോംവർക്കുള്ള ബുക്സ് കൊടുത്തുവിടും. അതിൽ ഹിന്ദി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെ കുറച്ച് പിക്ചേഴ്സൊക്കെ നോക്കി ഹെയ്സുവിൻ്റെ ഒരു കുക്ക്ഡ് അപ്പ് സ്റ്റോറിയാണ് ഇപ്പോൾ കേട്ടത്. കേരള ക്രൈം ഫയൽസിൻ്റെ സീസൺ 2 റിലീസായിട്ടുണ്ട്. വളരെ നല്ലൊരു സീരീസാണ്. ഞങ്ങളതിരുന്ന് കണ്ടു. ത്രില്ലറാണ്. ഹരിശ്രീ അശോകൻ്റെയും ഇന്ദ്രൻസിൻ്റെയൊക്കെ വളരെ നല്ലൊരു പെർഫോമൻസ് കാണാൻ സാധിച്ചു. നല്ല റിവ്യൂ ഉള്ള എല്ലാ സിനിമകളും തന്നെ ഞങ്ങൾ തിയേറ്ററിൽ കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് സീരീസും. അത് കണ്ടു തീർത്തില്ലെങ്കിൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല. ഞാൻ ഹെയ്സുവിനെ കുളിപ്പിച്ചപ്പോഴത്തേക്കും സോഫി രാത്രിയിലത്തേക്കുള്ള ഫുഡൊക്കെ ചൂടാക്കി വെച്ചു. അങ്ങനെ ഹെയ്സുവിന് ഫുഡ് കൊടുക്കുകയാണ്. ഹെയ്സുവിന് ഫുഡ് കഴിക്കാൻ കുറച്ച് മടിയാണ്. അതുകൊണ്ട് ഹെയ്സുവിനെ ഫുഡ് കഴിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്. ഹെയ്സുവിന് TV വെച്ച് കൊടുത്തിട്ട് ഞങ്ങൾ ക്ലീനിങ്ങിലാണ്. ഇന്ന ജോലി ഇന്ന ആൾക്ക് എന്ന് ഡെലിഗേറ്റ് ചെയ്യാതെ എല്ലാം ഒരുമിച്ച് തന്നെ ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള പണികളൊക്കെ തീരാറുണ്ട്. സാറ്റർഡേ സൺഡേ എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിങ്ങും നടക്കുന്നത് ഈ ഒരു ടൈമിലാണ്. ഏറ്റവും അവസാനം ക്ലീൻ ചെയ്യുന്നത് കിച്ചണായിരിക്കും കേട്ടോ. അങ്ങനെ ക്ലീനിങ്ങൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. 2 ദിവസത്തേക്ക് വേണ്ട ഡ്രസ്സും മറ്റ് സാധനങ്ങളും ഒക്കെ ഞങ്ങൾ പാക്ക് ചെയ്തു. ഹെയ്സും ഒരു ചെറിയൊരു ബാഗിൽ ഹെയ്സുവിൻ്റെ കുറച്ച് സാധനങ്ങളും കുറച്ച് ടോയ്സും ഒക്കെ പാക്ക് ചെയ്തു. കുറുപ്പമ്പടിയിൽ വീട്ടിൽ പോയിട്ട് ഹെയ്ഡുവിൻ്റെ കൂടെ കളിക്കാനാണെന്ന് പറഞ്ഞാണ് പാക്ക് ചെയ്തത്. അങ്ങനെ ഏകദേശം ഒരു 11-11:30 ആ ഒരു സമയത്താണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു 11:30 കൂടി ഇറങ്ങി. റോഡിലൊന്നും വലിയ തിരക്കില്ല. ആ ഒരു സമയമായതുകൊണ്ട് ട്രാഫിക്കോ ബ്ലോക്കോ ഒന്നുമില്ല. നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഹെയ്സു എന്താണെങ്കിലും ഒരു സമയത്ത് പോകുന്നത് കൊണ്ട് ഉറങ്ങും. എനിക്കും നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പാട്ടൊക്കെ വെച്ച് ഉറക്കം വരാതിരിക്കാനായിട്ട് പാട്ടൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഏകദേശം ഒരു 12:30 കൂടി ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഈ ഒരു സമയമായി കിടന്നപ്പോൾ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.